ഡാർലിങ്സ് ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് തന്നെ പ്രൈമറിലി ആ കാസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പോച്ചറിലെ ആലോണാണ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു റിയൽ ലൈഫ് ആളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ. മാറ്റി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഭയങ്കര റിഫ്രഷിങ്. നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ധാരണയല്ലല്ലോ ശരിക്കും പുറത്തുനിന്ന് കാണുമ്പോഴുള്ള നമ്മൾ. സിനിമയ്ക്ക് ആവശ്യമുള്ള മീറ്ററിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഒരാളെ മനസ്സിലാക്കുക, എന്നിട്ട് ആ ആളെ കൊണ്ട് നമുക്ക് തന്നിട്ടുള്ള സ്ക്രിപ്റ്റിലേക്ക് ഇടുക. ലൈക്ക് വുഡ് ഓൾ ദീസ് മൊമെന്റ്സ് സ്റ്റിൽ മേക്ക് സെൻസ്. ഓർ ലൈക്ക് ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരിലും കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഇതും ഈ ഒരു ക്രിയേഷനും നടക്കുന്നത്. ഒരു ഗൗതമിന് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം, എനിക്കതറിയില്ല. ഇവിടെ നസറുദ്ദീൻ ഷാ, അവിടെ അൽ പച്ചിനോ, ഇവർ രണ്ടുപേരുടെയും ഫാനായിരുന്നു. നമസ്കാരം, ലെക്സസ് എഡിഷൻ സ്റ്റാർ ഡ്രൈവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. Our travel curator, Pick Your Trail, our entertainment partner, Neo Film School, our family snacking partner, Maximus Delight, our eyewear partner, Meliora Vision, our hospitality and food partner, Rose Town Global Grill, our style partner, Ihar Design. നമ്മുടെ പ്രിയപ്പെട്ട താരം റോഷൻ മാത്യുവിനോടൊപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ജേർണി നമ്മളുടെ ഒരു തീൻമേശയ്ക്ക് മുന്നിലെത്തി നിൽക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം അവർ ബിലവഡ് സ്റ്റാർ. വൺസ് അഗൈൻ വെൽക്കം. താങ്ക് യു സോ മച്ച്. ശരിക്കും ഞായറാഴ്ചകളിൽ അമ്മച്ചിയുടെ ചോറും കറിയും ഇഷ്ടപ്പെടുന്ന, മുംബൈയിലെ മട്ടൻ കീമ പാവ് ഇഷ്ടപ്പെടുന്ന, ഹാജേലിയിലെ മാംഗോ ക്രീം ഇഷ്ടപ്പെടുന്ന റോഷന് ഫുഡ് എത്രത്തോളം ഇഷ്ടമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അത് നല്ലൊരു പൊടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരിയാണോ? കറക്റ്റാണ്. ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഒരു ഡയറ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യേണ്ട ആവശ്യകത വരാറില്ലേ? ചിലപ്പോൾ ഏതെങ്കിലും പ്രോജക്റ്റിനൊക്കെ ആയിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ വെറുതെ ലൈഫിൽ ഞാനായിട്ട് തീരുമാനിച്ച് അങ്ങനെ ഡയറ്റിംഗ് ഒന്നും ചെയ്യാറില്ല. ഇല്ല, ഏറെക്കുറെ എല്ലാ ക്യാരക്ടേഴ്സും ഇതേ ഒരു ആകാര ഭംഗിയിലാണ് കണ്ടിട്ടുള്ളത്. ഏതെങ്കിലും ക്യാരക്ടേഴ്സ് അധികം തടി വെക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ കേസ് ഇല്ലില്ല. എനിക്ക് തോന്നുന്നു 1000 കിനാക്കളായാലും തെക്കന്തല്ലി കേസ് മൂത്തവനൊക്കെയാണ് കുറച്ചുകൂടെ എനിക്ക് ഇപ്പോൾ ഉള്ള ഫിസിക്കിനേക്കാളും കുറച്ച് ബൾക്കപ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ. അത് മൂന്നിനാണ് അങ്ങനെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ചെയ്ത് ചത്തപ്പച്ച എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഫിസിക്ക് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്നു. അങ്ങനെയാണ് പോയത്. ഫുഡെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബിന്ദികയാണ്. ചിക്കൻ ടെൻഡർ. Was that beef? Thank you. Chef Suresh. Yeah, nice to meet you. You enjoy your... ഷെഫ്, ഇത് എന്ത് cuisine-ആണ്? No, Asian. ഏഷ്യൻ. Yeah. And what are the sauces? This made from tomato. Okay. Both the dips are made from tomato. It's minus base only. This volleyball is minus. ചിക്കൻ ആണോ ബീഫ് ആണോ ഇഷ്ടം കൂടുതൽ? പ്രിപ്പറേഷൻ പോലെ ഇരിക്കും, പക്ഷെ ജനറലി ബീഫ് മേ ബി ഇഷ്ടമാണ് അല്ലേ? Thank you so much. Thank you. I don't know what this is. Okay. കുക്ക് ചെയ്യാറുണ്ടോ? ഇല്ല, ആ കഴിവില്ല. നിവർത്തിയേട് കൊണ്ട് മാത്രം കുക്ക് ചെയ്യേണ്ടി വന്നാൽ കുക്ക് ചെയ്യും. ഈ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒന്നും കുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല? അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, പക്ഷെ വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്റെ കുക്കിംഗ് ഞാൻ കഴിക്കില്ല. ഓക്കെ. അങ്ങനെ എപ്പോഴെങ്കിലും കുക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് ഫ്ലോപ്പായ ഡിഷോ അല്ലെങ്കിൽ വർക്കൗട്ട് ആയ ഡിഷോ അങ്ങനെ എന്തെങ്കിലും? ലോക്ക്ഡൌൺ സമയത്ത് ഞാനൊരു ഡീസന്റ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ എനിക്കിത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഞാൻ ഒരു 10 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 10 പ്രാവശ്യം ഇത് വേറെയാവും. അതിന് ഏതെങ്കിലും ഒരെണ്ണം ഭയങ്കര നല്ലതും ആയിരുന്നിരിക്കാം, പക്ഷെ അതെങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു പിടിയില്ല. അതൊരു ഫ്ലൂക്കിൽ സംഭവിച്ചത് മാത്രമാണെന്ന് അറിഞ്ഞ് ആ ഒരെണ്ണം എൻജോയ് ചെയ്യുക. And when you are in conversation with Roshan Matthew, you'll have to travel between Mollywood, Collywood, Bollywood, coming back to. അപ്പം നമുക്കിപ്പോൾ ഒരു കുറച്ച് ഹിന്ദി വിശേഷങ്ങളിൽ കിടക്കാം. എന്താ പറയുക, ഒരു പവർ ഹൗസ് ടീമിനോടൊപ്പം വർക്ക് ചെയ്തൊരു ചിത്രമായിരുന്നു. പ്രൊഡ്യൂസറും കോസ്റ്റാറും ആലിയ ഭട്ട്, ആൻഡ് ദെർ ഇസ് ഗൗരി ഖാൻ, റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ ഒരു അടിപൊളി ടീം, ഒരു വമ്പൻ ഒരു ഓപ്പർച്യൂണിറ്റി. യു നെയിൽഡ് ഇറ്റ്. ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു വർക്കിംഗ് വിത്ത് ദം ഓൾ? ഭയങ്കര ഫണ്ണായിരുന്നു. ആക്ച്വലി ഡാർലിങ്സ് ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് തന്നെ പ്രൈമറിലി ആ കാസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എനിക്ക് ഈ ആക്ടേഴ്സിൻ്റെ കൂടെ, അതിന്റെ ഡയറക്ടർ ന്യൂ കമർ ആയിരുന്നു, ജസ്മിത്തിന്റെ ആദ്യത്തെ പടമാണ്. അപ്പോൾ ഈ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളതായിരുന്നു അതിനകത്തെ സോളിറ്ററി എക്സൈറ്റ്മെന്റ്. ആദ്യം അവിടെ ചെല്ലുമ്പോൾ ഓഡിഷൻ വഴിയായിരുന്നു ഡാർലിങ്സിലേക്ക് ചെല്ലുന്നത്. എന്നെ ഒരു ഓഡിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അപ്രോച്ച് ചെയ്തതാണ്. അപ്പോൾ ഓഡിഷൻ സമയത്ത് I was told that ഇങ്ങനെയൊക്കെ ആയിരിക്കും മറ്റ് കാസ്റ്റിംഗ്. അപ്പോൾ I really wanted to get in. പിന്നെ ഓഡിഷൻ സമയത്ത് I started interacting with
ദ ഡയറക്ടർ. ഓഡിഷനിൽ ജസ്മീത്തും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഐഡിയാസ് ഒക്കെ ഉള്ള ഒരാളാണ്. ആൻഡ് റൈറ്റിംഗ് ഭയങ്കര രസമായിരുന്നു ഡാർലിങ്സിന്റെ. അപ്പോൾ കൂടുതലും ആ സിനിമ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായി. ഡാർലിങ്സ് ആണ് സെക്കൻഡ് ഹിന്ദി പ്രോജക്ട് ആക്ച്വലി. സെറ്റിൽ ചെന്നപ്പോഴും ഇത് തന്നെ ലൈക്ക് അതിനകത്ത് ഏറ്റവും ഫൺ എലമെന്റ് വാസ് ദ ഫാക്ട് ദാറ്റ് ഓൾമോസ്റ്റ് എല്ലാ സീൻസും ഈ 3 ആക്ടേഴ്സിന്റെ കൂടെയാണ്, വിജയ്, ഷെഫ് അലി, അപ്പോൾ അവരെല്ലാവരും വർക്ക് ചെയ്യുന്ന രീതി ആൻഡ് ആ സ്ക്രിപ്റ്റിലും കുറെ ഫണ്ണുണ്ട്. അപ്പൊ അത് വർക്ക് ചെയ്തെടുക്കുക, സീൻസ് എൻജോയ് ചെയ്യുക, അത് തന്നെയായിരുന്നു അതിനകത്ത് ഏറ്റവും മെമ്മറബിൾ പാർട്ട്. ഇവര് ഫ്രണ്ട്ലി കോസ്റ്റേഴ്സും ആയിരുന്നോ? നേരത്തെ മെൻഷൻ ചെയ്തു, ലോക്ക്ഡൌൺ സമയത്തായിരുന്നു ഇതിന്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ നമ്മളെല്ലാരും അങ്ങനെ അധികം ഹ്യൂമൻ ഇന്ററാക്ഷൻസ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ്. ബബിൾ ഷൂട്ട്. അപ്പൊ ഈ ഷൂട്ടിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ നമുക്ക് ആ സമയത്ത്. അതിന് പുറത്തൊരു ലൈഫൊന്നുമില്ല. നമ്മള് പുറത്ത് പോകുന്നത് ഷൂട്ടിനും റിസ്ക് ആണ്. അപ്പോൾ ഏകദേശം കോവിഡിന്റെ സെക്കൻഡ് വേവിലൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വി ഗോട്ട് ലൈക്ക് റിയലി ക്ലോസ് ടു എവരിബഡി ഓൺ സെറ്റ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഷൂട്ട്. Then coming to ഉലജ്, ജാൻവി കപൂറിന്റെ കൂടെ അഭിനയിച്ച ചിത്രമാണ്. Yet another ഗംഭീരമായ മറ്റൊരു ചിത്രം, നല്ലൊരു ക്യാരക്ടർ, നന്നായിട്ട് അവതരിപ്പിച്ചു. അതെങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു ജാൻവി കപൂറുമായിട്ടുള്ള ഒരു വൈബും ഒരു കെമിസ്ട്രി ഒക്കെ എങ്ങനെയായിരുന്നു? ഒരു ഭയങ്കര അൺകൺവെൻഷണൽ, ഭയങ്കര ഫ്രഷ് എന്ന് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു സ്ക്രിപ്റ്റ് വൈസ്. വേറൊരു റോഷനെയാണ് നമ്മൾ അതിലും കണ്ടത്. അതിനകത്തെ ക്യാരക്ടറും എനിക്ക് അപ്പൊ തോന്നി, ഓക്കെ ഇത് ഇങ്ങനെ ഒരു പരിപാടി ഒന്നും നേരത്തെ പിടിച്ചിട്ടില്ല. അപ്പം നമ്മൾ പ്രൈമറിലി ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോയി നിന്ന് ഇവിടുത്തെ കുറച്ച് പ്രോജക്റ്റുകളൊക്കെ വേണ്ടാന്ന് വെച്ചൊരു സാധനം ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സംതിങ് വർത്ത് വെൽ. നമുക്കിവിടെ ചെയ്യാൻ കിട്ടിയിട്ടില്ലാത്ത ടൈപ്പ് ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഉലജിലെ ക്യാരക്ടർ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ഫൺ ടു ബി ഹാഡ് ദെയർ ഓൾസോ. പിന്നെ ജനറലി ആ പടത്തിൻ്റെ സ്വഭാവം നല്ലതായിരുന്നു, എക്സൈറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഒരു മേജർ ഷെഡ്യൂൾ ലണ്ടനിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷൂട്ട് ഷെഡ്യൂൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര യങ് ടീമായിരുന്നു ഉലജിൽ വർക്ക് ചെയ്ത്. കൂടുതൽ ആക്ടേഴ്സും ക്രൂ മെമ്പേഴ്സും, ജാൻവി ഇൻക്ലൂഡഡ്, ജാൻവി, ഗുൽഷൻ എല്ലാവരും. രസമായിരുന്നു. വെരി നൈസ് എക്സ്പീരിയൻസ്. ജാൻവി ഈസ് ഓൾസോ ഗുഡ് ടു വർക്ക് വിത്ത്. ഷീ ഈസ് ലൈക്ക് കോൺസ്റ്റന്റ്ലി ഈ സീൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് ഓൺ ആയിരുന്നു ആ പടം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്കും വർക്ക് ചെയ്യാൻ കുറേ കൂടെ എളുപ്പമാണ്. കമ്മിങ് ടു പോച്ചേഴ്സ്, ഒരുപാട് ഡിസ്കസ് ചെയ്ത വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ചിത്രമായിരുന്നു. വെരി ഇന്റൻസ്. പോച്ചർ ആക്ച്വലി സീരീസ് ആയിരുന്നു. സീരീസ് വളരെ ഇന്റൻസ് ആൻഡ് റിയൽ സബ്ജക്ട്. അതിൽ അലൻ ജോസഫ് എന്ന കഥാപാത്രം ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ ഹൗ ചലഞ്ചിങ് ഇറ്റ് വാസ് ടു പോർട്രേ അലൻ ജോസഫ്? പോച്ചറിലെ അലനാണ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു റിയൽ ലൈഫ് ആളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി അതിനു മുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ ഡിഡ്ന്റ് റിയലി നോ ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിനൊക്കെ ഒരുപാട് മുമ്പ് തന്നെ അതിൻ്റെ ഡയറക്ടർ റിച്ചി തന്നെ ഈ ആൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ചുമ്മാ ഒന്ന് സംസാരിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കക്ഷി. അപ്പം ഞാൻ ആദ്യത്തെ ഫോൺ കോൾ പുള്ളിനെ വിളിച്ചിട്ട് ഫസ്റ്റ് കോൾ തന്നെ ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. കൂടുതലും പുള്ളി പറഞ്ഞ കഥകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം മൈ അപ്രോച്ച് വാസ് വെരി സിമ്പിൾ ദാറ്റ് ഈ മനുഷ്യൻ ലൈക്ക് പുള്ളിയുടെ ലൈഫിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ജോസ് ലൂയിസ് എന്നാണ് ആളുടെ ആക്ച്വൽ പേര്. അപ്പം ജോസ് ലൈഫിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വലിയ കൂൾ ആയിരുന്നു. പക്ഷേ അങ്ങനെ ലോകത്ത് എല്ലാവർക്കും പുള്ളിനെ അറിയത്തൊന്നുമില്ല. ഈസ് നോട്ട് എ സെലിബ്രിറ്റി. ഹി ഹാസ് എവറി റൈറ്റ് ടു ബി വിത്ത് വാട്ട് ഹി ഈസ് ഡൺ. പക്ഷേ ഈസ് നോട്ട് എ സെലിബ്രിറ്റി. അപ്പം ഈ ആളുടെ ഒരു കോറ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. റിച്ചി തന്ന ബ്രീഫും അതായിരുന്നു. നമുക്ക് സൂപ്പർഫിഷ്യലി ആളെ മിമിക്കുക അല്ലെങ്കിൽ അയാളെപ്പോലെ നടക്കുക, അയാളെപ്പോലെ സംസാരിക്കുക, അങ്ങനെ ഒരു പരിപാടിയായിരുന്നില്ല അതിൻ്റെ ഉദ്ദേശം. പക്ഷെ പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ഒരു കോറ്, പുള്ളിയുടെ പേഴ്സണാലിറ്റി എന്താണ്, അതിൻ്റെ ഒരു ഷെയ്ഡൊക്കെ കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ഈ ക്യാരക്ടർ കുറച്ചും കൂടി രസമായിരിക്കും. അപ്പം അവിടെ ഉണ്ടായിരുന്ന ചാലഞ്ച് അതിനു മുമ്പ് ഒരു സിനിമയ്ക്കും അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു പ്രോസസ്സായിട്ട് തോന്നി. ഈ ഒരാളെ മനസ്സിലാക്കുക, എന്നിട്ട് ആ ആളെ കൊണ്ട് നമുക്ക് തന്നിട്ടുള്ള സ്ക്രിപ്റ്റിലേക്ക് ഇടുക. ലൈക്ക് വുഡ് ഓൾ ദീസ് മൊമെന്റ്സ് സ്റ്റിൽ മേക്ക് സെൻസ്. ഓർ ലൈക്ക് ഇപ്പോൾ ഇത് ജോസ് ആയിരുന്നെങ്കിൽ ജോസ് എങ്ങനെയായിരിക്കും. ആക്ച്വലി ജോസ് ലൈക്ക് അവരെല്ലാവരും കൂടെ ചെയ്ത ഒരു പരിപാടിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് കോച്ചിൻ്റെ സ്ക്രിപ്റ്റ്. സോ ലോട്ട് ദോസ് തിങ്സ് ആർ ആക്ച്വലി ഇൻസ്പയർഡ് ഫ്രം തിങ്സ് ദാറ്റ് ദീസ് ഗൈസ് ഡിഡ്. അപ്പോൾ അത് തിരിച്ച് മറ്റേ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യുക എന്നുള്ളത് രസമുള്ളൊരു പരിപാടിയായിരുന്നു. റോഷൻ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. കഥാപാത്രത്തിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അയാളുടെ ചിന്തകളും ചലനങ്ങൾക്കും അനുയോജ്യമായ രീതിയിലാണ് എല്ലാ കഥാപാത്രങ്ങളും ചെയ്തിരിക്കുന്നത്. ഇതിൽ റോഷൻ്റെ യഥാർത്ഥ ക്യാരക്ടറുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയും? മേ ബി അത് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല ആക്ച്വലി. മേ ബി അത് എൻ്റെ കൂട്ടുകാരെങ്കിലും ഒക്കെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ കറക്റ്റ്. നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ധാരണയല്ലല്ലോ ശരിക്കും പുറത്തുനിന്ന് കാണുമ്പോഴുള്ള നമ്മൾ. അപ്പോൾ ഐ ഡോണ്ട് നോ ഇതിന് ഏതായിരിക്കും. ഈ ചത്തപ്പച്ചയിലെ വെട്രി അല്ല, കപ്പേളയിലെ വിഷ്ണു അല്ല.
മൂത്തോനിലെ അമീർ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, പക്ഷെ അത്ര നല്ല ആളും അല്ല ഞാൻ. അപ്പോൾ ഐ ഡോണ്ട് നോ, മേ ബി ലൈക്ക് ചില ഷെയ്ഡ്സ് ഒക്കെ അവിടെ ഇവിടെ ഇതിലൊക്കെ എന്തായാലും ഉറപ്പായിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ ഞാനായിട്ട് സിമിലാരിറ്റീസ് അത്ര അധികം ഉള്ളൊരു ക്യാരക്ടർ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ആനന്ദത്തിലെ ഗൗതം. യെസ്, ഞാൻ ചോദിക്കാൻ വരുവായിരുന്നു ഇനി അതാണോ എന്ന്. മേ ബി അല്ലേ. പക്ഷെ ഗൗതം നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം, എനിക്കതറിയില്ല. ഷെയ്ഡ്സേ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും. ഓക്കെ, ഞാൻ ഏറ്റവും അവസാനം ഈ റീസെന്റ് ആയിട്ട് കണ്ട മൂവി ആക്ച്വലി റോൺസ് ആണ്. OTT-ൽ കണ്ടു. എനിക്ക് ആ ക്യാരക്ടർ വളരെ നന്നായിട്ട് ഇഷ്ടമായി. ഒരു പാവം, ഒരു പാവം പോലീസുകാരൻ, അവസാനം ഭയങ്കര പാവം തോന്നിപ്പോവും അല്ലേ. അതുപോലത്തെ ക്യാരക്ടേഴ്സിന് കണ്ടിട്ടുണ്ടോ റിയൽ ലൈഫിൽ? ഈ ചെയ്ത ക്യാരക്ടേഴ്സിന് റിയൽ ലൈഫിൽ മീറ്റ് ചെയ്യാൻ സെയിം ക്യാരക്ടറിനെ അല്ലാതെ പോലെയുള്ള കഥാപാത്രങ്ങളെ ശരിക്കും പറഞ്ഞാൽ കുറെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരിലും കണ്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണല്ലോ ഇതും ഈ ഒരു ക്രിയേഷനും നടക്കുന്നത്. ഒന്നും അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ ഫുള്ളി തന്നെ ഉണ്ടാക്കിയെടുക്കുന്നൊന്നുമല്ല. എല്ലാം കണ്ടിട്ടുള്ള ആൾക്കാരിൽ നിന്നൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള കഥകൾ, നമുക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ്, അതിൻ്റെ എല്ലാം ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മളൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ദിന്നാദിനെ പോലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ. ആക്ച്വലി റോന്തിന് വേണ്ടി തന്നെ സ്പെസിഫിക്കലി ഷായി സാർ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പോലീസുകാരൊക്കെ ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എക്സാക്ട്ലി ഇത് അതേപോലെ എടുത്തു വെച്ചാൽ തിന്നാന്ന് തോന്നുന്ന ഒരാളുണ്ടായിരുന്നിട്ടൊന്നുമില്ല. പക്ഷേ പലരുടെയും പല ഷെയ്ഡ്സ് അതിൽ ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്നയാളെന്ന് ഈ ഒരു എലമെന്റ് അത് തിന്നാതിനെ പോലെ ആണല്ലോ, അങ്ങനെയൊക്കെ തോന്നും. ചിലർ പോലീസ് ആവണമെന്ന് പോലും ഇല്ല. ലൈഫിൽ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ചില പാവം പിടിച്ച മനുഷ്യരും ഉണ്ട്. പുള്ളിയുടെ മറ്റേ ഫാമിലി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ജോലി ചെയ്യുന്നു. ആ ജോലി പോലീസ് ജോലിയാണ് എന്നുള്ളതുള്ളൂ. അല്ലാതെ ഒരു പോലീസുകാരൻ എന്ന് പറയുന്നതൊന്നും അല്ല ദിന്നാദിന്റെ ഐഡന്റിറ്റി. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് നമ്മുടെ എല്ലാവരുടെ ലൈഫിലൊക്കെ ഒരു പോയിന്റിൽ അതുണ്ടെങ്കിലേ ഒരു സിനിമ കാണുമ്പോൾ ഒരാൾക്കൊരു ക്യാരക്ടർ റിലേറ്റബിൾ ആയിട്ടൊക്കെ തോന്നുള്ളൂ. അതുപോലത്തെ ആൾക്കാരെ നമുക്കും അറിയാം, അല്ലെ നമ്മുടെ ലോകത്തിൽ എവിടെയോ ഉണ്ട്, അല്ലെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. വളരെ ഡ്രമാറ്റിക് ആയിട്ട് അഭിനയിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ് ഇൻ ദ സെൻസ് അത് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം വളരെ നാച്ചുറൽ ആയിട്ട് വളരെ സട്ടിലായിട്ട് ചെയ്തിട്ട് കഥാപാത്രങ്ങളാണ്. എല്ലാ കഥാപാത്രത്തിനും അതിൻ്റെതായ ഒരു സോൾ ഉണ്ട്. അതല്ലാണ്ട് ഒരു ഡ്രമാറ്റിക് അഭിനയത്തിനോടൊക്കെ എന്താണ്, എങ്ങനെയാണ് നോക്കി കാണുന്നത്? എനിക്ക് തോന്നുന്നു ഓരോ പടത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു മീറ്റർ ഉണ്ട്. എന്താണോ അത് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ആവശ്യമുള്ള മീറ്ററിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ആക്ടറുടെ ജോലി പ്രൈമറിലി. അതിൽ എത്ര എമൗണ്ട് ഡ്രാമ വേണം അല്ലെങ്കിൽ അത് എത്ര സട്ടിലായിരിക്കണം, ഇതൊക്കെ ശരിക്കും നമ്മളല്ല ഡിസൈഡ് ചെയ്യുന്നത്. സെറ്റിൽ ചെന്ന് 2-3 ദിവസം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ആ പടത്തിൻ്റെ ഒരു മീറ്റർ മനസ്സിലാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്ടർക്ക് അത് രസമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും. അപ്പം അത് മാച്ച് ചെയ്യാന്നുള്ളത്. അപ്പം എനിക്ക് നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു റിയലിസ്റ്റിക് സിനിമയുടെ ഒരു കാലത്താണ് ഞാനൊക്കെ സിനിമകൾ ചെയ്ത് തുടങ്ങുന്നത്. അപ്പം കൂടുതൽ സിനിമയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് മാറിയിട്ടുള്ള പടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത്, അതായത് അഭിനയത്തിന്റെ മീറ്ററിന്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് ചെയ്യാൻ ക്യാരക്ടേഴ്സ് ചെയ്യാനും. ഇപ്പം ചത്താപ്പച്ച എന്ന് പറഞ്ഞ ലാസ്റ്റിന്റെ ഇറങ്ങിയ പടം അതൊരു അൾട്രാ റിയലിസ്റ്റിക് മീറ്ററിൽ നിൽക്കുന്ന സിനിമയൊന്നും അല്ല. അത് കുറച്ച് ആംടപ്പാണ് അതിന്റെ മീറ്റർ, കുറച്ച് റിയലിസത്തിൽ നിന്ന് മാറിയിട്ടാ. അതിനകത്ത് എല്ലാ പെർഫോമൻസസും അതിന് തന്നെ. അപ്പോൾ ഒരാൾക്കായിട്ട് അത് പിടിച്ചിടാനും പറ്റൂല. അപ്പോൾ അതിൻ്റെ റിതമൊക്കെ വേറെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെയുള്ള വേറെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അത് ആക്ച്വലി ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഒരെണ്ണം അങ്ങനെ മാറി നിൽക്കുന്ന ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ ഡാർലിങ്സ് കുറച്ച് അത്ര റിയൽ ഒന്നും ആയിരുന്നില്ല. മഹാറാണി എന്ന് പറഞ്ഞാൽ വേറൊരു സിനിമ, അത് മറ്റേ റിയൽ ആണ് സംഭവങ്ങൾ, പക്ഷെ അത് ലൈക്ക് ഒരു കോമഡി ഉദ്ദേശിച്ച് തന്നെ ചെയ്യുന്ന സീൻസ് ആണ് എല്ലാം. ഇല്ല, ഐ റിയലി എൻജോയ് ഡൂയിങ് ദാറ്റ് ആക്ച്വലി. അത് മാറ്റി ചെയ്യാൻ പറ്റുന്നത് നമുക്കും ഭയങ്കര റിഫ്രഷിങ്. അടുത്ത പ്രാവശ്യം തിരിച്ച് പോകുമ്പോഴത്തേക്കിനും എന്തോ പുതിയതുപോലെ ഫീൽ ചെയ്യും. അത് നല്ലതാണ്. ശരിയാണ്. നമ്മളിതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ റോഷനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനിലൂടെ നമ്മൾ അധികം കണ്ടിട്ടില്ല. മേ ബി ഓർത്തെടുക്കുന്നത് മാതൃഭൂമിയുടെ സാധനം കയ്യിലുണ്ടോ എന്ന ക്യാമ്പയിൻ കണ്ടിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റ്സിൽ അധികം ശ്രദ്ധ കൊടുക്കാതിരുന്നിട്ടാണോ അതോ സിനിമയിൽ തിരക്ക് കൂടിയിട്ടാണോ അല്ലെങ്കിൽ സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ? ഇല്ല, അങ്ങനെ ഒരു കോൺഷ്യസ് ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല ചെയ്യില്ല എന്ന്. ആദ്യത്തെ കുറച്ച് നാള് സിനിമ തന്നെയായിരുന്നു. ഇത് ഉള്ള സമയം മുഴുവൻ ഇതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് വേറെ ഒന്നും അതിന്റെ പുറത്തൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആക്ച്വലി ദർ ആർ എ ലോട്ട് ഓഫ് കോൺവെർസേഷൻസ് ദാറ്റ് ഹാവ് ഹാപ്പൻഡ്. ഇത് എല്ലാം പല ഫാക്ടേഴ്സ് വർക്ക്ഔട്ട് ആയി വരണമല്ലോ. അപ്പം അങ്ങനെ എല്ലാം കൂടെ വർക്ക്ഔട്ട് ആയി വരുന്ന ഇവൻച്വലി പോയി ഷൂട്ട് ചെയ്യുന്നൊരു ഇൻസിഡൻറ്റ് ഇതുവരെ ആക്ച്വലി ഉണ്ടായിട്ടില്ലെന്നേ ഉള്ളൂ. പലതും ഓക്കെ ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചിട്ട് ലാസ്റ്റ് മിനിറ്റിൽ അത് വേണ്ടാന്ന് വെച്ച് വേറെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഷൂട്ടിന് ഡേറ്റ് മാറും. അങ്ങനെ ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള റീസൺസ് കൊണ്ട് മാറിപ്പോയിട്ടുള്ളതാണ് പലതും. പക്ഷേ അങ്ങനെ കോൺഷ്യസ് ഡെസിഷനൊന്നും ഇല്ല. ആദ്യമൊക്കെ ലൈക്ക് ഇത് വെരി നൈസ്. ഐ റിയലി എൻജോയ് ദിസ് ചിക്കൻ.
Sorry? Can you save it for you? One more? No, I'll wait for the mains. Yeah. It's very tasty കേട്ടോ, വെരി ടേസ്റ്റി ആൻഡ് ക്രിസ്പി. Lovely. Yeah. ഇത് കുറേ ഉണ്ടല്ലോ. Yeah. അത് കുഴപ്പമില്ല, നല്ല കാര്യമാണ്. താങ്ക് യു. ആദ്യത്തെ കുറേ നാളൊക്കെ ഞാനിങ്ങനെ ലൈക്ക് ബോധേഡേ ആയിരുന്നില്ല, ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കാറില്ലായിരുന്നു, എന്താ ആരാ ചെയ്യുന്നതെന്നും അന്വേഷിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ലൈക്ക് നല്ലൊരു ആഡ് കാണുമ്പോഴൊക്കെ അതും നോട്ട് ചെയ്യാറുണ്ട്. ഇത് കൊള്ളാലോ, ഇത് ഏത് പ്രൊഡക്ഷൻ ഹൗസാണ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിൽ ഡയറക്ടർ ആരായിരുന്നു, അങ്ങനെ ലൈക്ക് നല്ല ആഡ്സും അതും. പണ്ട് ബേസിക്കലി ഞാൻ അതിനൊട്ടും വാല്യൂ കൊടുത്തിരുന്നില്ല. ഇപ്പം അത്രയും ചെറിയൊരു ഡ്യൂറേഷനിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന രീതിയിലൊരു നാരറ്റീവ് പറഞ്ഞു വയ്ക്കുക എന്ന് പറയുന്നതും ഭയങ്കര ഒരു സ്കില്ലാണെന്നുള്ളത് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ലേ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടെന്ന്. ശരിക്കും അഭിനയം മാത്രമല്ല സംവിധാനത്തിലേക്കും കൈവച്ചിട്ടുണ്ട്. ബൈ ബൈ ബൈപാസ് എന്ന നാടകം എഴുതി സംവിധാനം ചെയ്തത് റോഷനാണ്. ഞാൻ വൺ ഓഫ് ദ റൈറ്റേഴ്സ് ആണ്. ഓക്കെ, ഒരുപാട് പേര് ചേർന്നിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതെയോ? പക്ഷേ ഇത് നാട്ടിലെ ഇങ്ങനെ ആലമൂട് തറവാട്ടിലെ കുറച്ച് ഓർമ്മകളെ അടിസ്ഥാനമാക്കി എഴുതിയാണെന്ന് കേട്ടിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ടാണ്. അതായത് എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് മുതലേ അറിയാവുന്ന കുറച്ച് കഥകളുണ്ടായിരുന്നു ആ വീടിനെ പറ്റിയിട്ട്. കുറച്ചൊക്കെ ഞാൻ കണ്ട കഥകൾ, കുറച്ചൊക്കെ ഞാൻ കേട്ട കഥകൾ. ഇതെല്ലാം കൂടെ റഫായിട്ടൊരു സ്ട്രക്ചറിലാക്കിയിട്ട് ഞാൻ എനിക്ക് റെഗുലറായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കൾക്ക് പിച്ച് ചെയ്തു. അതിന് രണ്ടുപേര് ഫ്രാൻസിസും ശ്രുതി ഇതിൻ്റെ കോ റൈറ്റേഴ്സായിട്ട് ഇവൻച്വലി എന്നോട് വർക്ക് ചെയ്ത ലൈക്ക് വെരി ക്ലോസ് ഫ്രണ്ട്സ് ഓഫ് മൈൻ. പിന്നെ ബാക്കി എല്ലാം ഇതിൽ ഇപ്പം അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ആൾ. അപ്പോൾ ലൈക്ക് ഇത് പിച്ച് ചെയ്ത സമയത്ത് ഐ ഫെൽ ലൈക്ക് ഇവരെല്ലാവരും തിരിച്ച് അവരുടെ ചൈൽഡ്ഹുഡ് എന്നുള്ള കുറേ സ്റ്റോറീസുമായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് സിമിലർ ആയിട്ടുള്ള കഥകൾ അബൌട്ട് ചൈൽഡ്ഹുഡ് ഹോം, അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻസ് ആയിട്ടുള്ള കഥകൾ, അല്ലെങ്കിൽ അവരുടെ കസിൻസ് ആയിട്ടുള്ള കഥകൾ, ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വന്നു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നി, നോക്കി ഇത് എൻ്റെ ഈ തുടങ്ങിയ ഐഡിയ മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ആവേണ്ട ആവശ്യമില്ല, ഇവർ ഈ പറയുന്ന കഥകളെല്ലാം കൂടി ഇതിലേക്ക് ചേർക്കാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ചൊരു പരിപാടി ഉണ്ടാക്കിയെടുക്കാം. അപ്പം അങ്ങനെയാണ് ഇവൻച്വലി ബൈ ബൈ ബൈപാസ് എന്ന് പറയുന്ന നാടകത്തിലേക്ക് എത്തുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡിപ്പാച്ചർ പോയിന്റ് മാത്രമായിരുന്നു ഞാൻ പറഞ്ഞ കഥകൾ. ഇത് എവിടെയൊക്കെയാണ് പെർഫോം ചെയ്തത്? നമ്മളിപ്പോൾ ഒരു 16-17 ഷോളം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നൊരു 10-11 എണ്ണം കൊച്ചിയിൽ തന്നെയായിരുന്നു. കൊച്ചിയിൽ പല വെന്യൂസിലായിട്ട്. ഇപ്പോൾ കൊച്ചിൻ ക്ലബ്ബിലാണ് ഇത് ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞ് JT പാക്കിൽ പെർഫോം ചെയ്തു, ചാപ്ര കൾച്ചറൽ സെന്റർ. പിന്നെ ഇപ്പോൾ ബിനാലയുടെ ഭാഗമായിട്ട് ഇപ്പോൾ വില്യൻ എന്ന് പറഞ്ഞ ബിനാലയുടെ സ്പേസിൽ. പിന്നെ തൃശ്ശൂർ ഇറ്റ് ഫോക്കിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ റീജിയണൽ തിയേറ്ററിൽ പെർഫോം ചെയ്തു. ഒരു ഷോ ബാംഗ്ലൂർ ചെയ്തു, കോട്ടയത്ത് 2 ഷോ ചെയ്തു. അങ്ങനെ ഒരു പ്ലേ മനസ്സിലുണ്ടോ? ഐഡിയാസ് ഉണ്ട്. ഈ ഗ്രൂപ്പിൽ നേരത്തെ പറഞ്ഞ ഗ്യാങ്ങിലെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് തന്നെ കുറച്ച് ഐഡിയാസ് ഇങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ വർക്ക്ഔട്ടായി വന്നാൽ ചെയ്യണം. കുറച്ച് സമയം എടുക്കും. ബേസിക്കലി എല്ലാവരും സിനിമയൊക്കെ കൂടെ ചെയ്യുന്നവരാണ്, ആരും അങ്ങനെ നാടകം മാത്രമായിട്ട് നിൽക്കുന്നവരല്ല. അപ്പോൾ എല്ലാവരുടെ സമയം ഒരുമിച്ച് കിട്ടാൻ തന്നെ കുറേ സമയമെടുക്കും. അതെ, അത് ശരിയാണ്. എങ്ങനെയാണ് ടൈമൊക്കെ മാനേജ് ചെയ്യുന്നത്? മാനേജിങ് ഇൻ ദ സെൻസ് ഒരു വർഷത്തിൽ ഇത്ര പടങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അധികം പടങ്ങൾ ചെയ്യില്ല, ക്ലാഷ് വരത്തില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നിർബന്ധം പിടിക്കില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്ന ആളാണോ? അങ്ങനെ ഒരു നിർബന്ധമില്ല. ബേസിക്കലി വർഷം നിറയെ നമുക്ക് ചെയ്യാൻ താല്പര്യം തോന്നുന്ന സിനിമകൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹം. ജെന്യുവനായിട്ട് എനിക്കൊരു താല്പര്യവും എക്സൈറ്റ്മെന്റ് തോന്നാത്ത പ്രോജക്റ്റുകളാണെങ്കിൽ ചെയ്യാതിരിക്കും. ആ സമയത്ത് ചെയ്യാൻ വേറെ കാര്യങ്ങളുണ്ടാവും എപ്പോഴും. അപ്പം അത് ഞാൻ കുഞ്ഞിലെ പോലെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു ടൈം ഉണ്ടാവാറില്ല. എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചെയ്യാൻ. അതിലൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു നല്ല സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് അത് ചെയ്യാൻ പോകും. അതില്ലാത്തൊരു ടൈം ആണെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കിയാലും വേറെ പല ഓപ്ഷൻസ് ഉണ്ടാവും. അതിപ്പോൾ വെറുതെ ഒരു ദിവസം മൊത്തം അല്ലെങ്കിൽ ഒരു മാസം മൊത്തം വീട്ടിലിരുന്ന് ചുമ്മാ പുസ്തകം വായിക്കുക, സിനിമ കാണുക മാത്രമാണെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഹാപ്പിയാണ്. എന്താണ് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ചെയ്യാറ്? വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം മനസ്സിലേക്ക് പറയും. അല്ലാണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഇനി മൂവി കാണുക, പുസ്തകം വായിക്കുക, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക, എന്താ ഇഷ്ടം? സിനിമയും പുസ്തകവും നടക്കാറുണ്ട്, അത് രണ്ടും ഇഷ്ടമാണ്. പിന്നെ വെറുതെ ഇരിക്കുന്ന പരിപാടി ഇല്ല, വൃത്തിയാക്കും, വീട് വൃത്തിയാക്കും. വേറെ ഒരു പണിയില്ലെങ്കിൽ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങും. ശരിക്കും വെള്ളം ഒഴിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെ പണ്ട് പറ്റുമായിരുന്നു തോന്നുന്നു. പക്ഷെ ഇപ്പോൾ വെറുതെ ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് അല്ലെങ്കിൽ സ്വാധീനിച്ച ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു സിനിമ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ എണ്ണം ഉണ്ട്. പ്രോഫറ്റ് സോങ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ടായിരുന്നു. പ്രോഫറ്റ് സോങ്, അത് എനിക്കൊന്ന് 2-3 വർഷം പഴയ ബുക്കാണ്. ബട്ട് അത് ഭയങ്കരമായിട്ട് എന്നെ എഫക്റ്റ് ചെയ്ത ഒരു റീഡാണ്. അത് താഴെ വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വായിച്ചു തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഫിക്ഷൻ, പക്ഷെ സെറ്റ് ഇൻ എ ഡിസ്റ്റോപ്പിയൻ വേൾഡ്. അപ്പോൾ പല രീതിയിലും ഇത് ഫിക്ഷൻ ആണെങ്കിലും ഇതിപ്പോൾ ഇല്ലാത്തൊരു ലോകത്തിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നും. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ബുക്കായിരുന്നു. പിന്നെ റീസെൻ്റ്ലി റെഡ് മദർ മേരി കംസ് ടു മീ എന്ന് പറഞ്ഞ അരുന്ധതി റോയുടെ എൻജോയ് ചെയ്ത റീഡിങ് എക്സ്പീരിയൻസ് ആണ്.
ലൈക്ക് ഓൾ ടൈം ഫേവറേറ്റ്സ് എന്നുള്ള പറഞ്ഞിരിക്കുന്നത് 7 Moons of Mali Almeida എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, ക്യാച്ചർ ഇൻ ദ റൈ, അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട്. ഏതെങ്കിലും പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പൊതുവേ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ, ഇതുപോലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, പൊതുവേ അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുമ്പം തോന്നാറില്ല. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞതിനകത്തുനിന്ന് ഐ തിങ്ക് 7 Moons of Mali Almeida മാത്രമാണ് വായിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കിതൊന്ന്, കാരണം ഇത് ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ്, ഭയങ്കര വിഷ്വലാണ് ഈ എഴുത്ത്, ഇതിൻ്റെ വിഷ്വലി ഭയങ്കര രസമുള്ള എഴുത്താണ്. അപ്പോൾ ഈ വിഷ്വൽസ് മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് തോന്നി ഇത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ പലപ്പോഴും ബുക്സ് അഡാപ്റ്റ് ചെയ്തിട്ട് സിനിമയായി കഴിയുമ്പോൾ നമുക്ക് വായിച്ച് അതിന്റെ ഒരു ഭംഗി, ഇപ്പം ഞാൻ പോലും ലൈക്ക് ബുക്കിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് സിനിമ ഉണ്ടാക്കിയ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തും പലരും പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിൻ്റെ അത്രയും സിനിമ വർക്കായില്ല എന്നുള്ളത്. വായിച്ചത് ഒരു കഥ ഇഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ ഒരിക്കലും അതിനെ മാച്ച് ചെയ്യില്ല, അല്ലെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഇമാജിനേഷൻ, അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ കഥയുടെ വിഷ്വലൈസേഷനിലേക്ക് സിനിമ ഒരിക്കലും എത്തില്ല. പിന്നെ പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഹാംനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ, ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഡെഫിനറ്റ്ലി ചെയ്തിട്ടുള്ള സിനിമ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ആ പടം. കുഞ്ഞിലെ ഹാരി പോട്ടർ സിനിമകൾ ഞാൻ പുസ്തകം വായിക്കലും സിനിമ കാണലും ഒക്കെ പാരലലി ഒരേ സമയത്തായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഹാരി പോട്ടർ സിനിമകൾ. വെൻ ഐ വാസ് വാച്ചിങ് ഇറ്റ് ആസ് എ കിഡ്, ഇതെല്ലാം അടിപൊളി ബുക്കിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഭയങ്കര മാജിക്കൽ പരിപാടി. എനിക്ക് ഒരിക്കലും അത് കണ്ടതുകൊണ്ട് പുസ്തകത്തിന്റെ എക്സ്പീരിയൻസ് പോയെന്നോ പുസ്തകം വായിച്ചുകൊണ്ട് സിനിമയുടെ എക്സ്പീരിയൻസ് പോയെന്നോ എനിക്ക് തോന്നിയില്ല. ഇല്ല. എനിക്ക് അതും ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഐ വാസ് വെരി ഹാപ്പി. ഞാൻ ഇപ്പോഴും കാണാറുണ്ട് ആ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ. ഓക്കെ, വളരെ എഫേർട്ട്ലെസ് ആയിട്ട് സ്റ്റൈൽ ക്യാരി ചെയ്യുന്ന ഒരാളാണ് റോഷൻ. ആണോ? യെസ്, ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. എനിക്കൊന്ന് കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലേ, കംഫർട്ട് ആൻഡ് ഫാഷൻ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ പോലെയാണ്. യു മാനേജ് ദാറ്റ് ആക്ച്വലി. ആ ഒരു ബാലൻസ് ആണ് ആക്ച്വലി മാനേജ് ചെയ്യുന്നത്. എന്താണ് റോഷന്റെ ഫാഷൻ ഫിലോസഫി? നമ്മുടെ ഇതന്നെ കംഫർട്ടാണ് പ്രയോറിറ്റി എപ്പോഴും. ഐ ഫീൽ ലൈക്ക് ക്ലൈമറ്റുമായിട്ട് സിങ്ക് ചെയ്തിട്ട് പോകാൻ പറ്റിയാൽ അത്രയും ഓക്കെയാണ്. എനിക്ക് പെട്ടെന്ന് ചൂടെടുക്കുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ചൂടിനെയും ബീറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതുമായിട്ട് ഇൻസിങ്ക് നിൽക്കുന്ന സാധനങ്ങളൊക്കെ ധരിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഈ പറഞ്ഞ ഭയങ്കര ലൗഡൊന്നുമല്ല, സട്ടിലർ കളേഴ്സ്, സട്ടിലർ പ്രിന്റ്സ്, അങ്ങനെ. ഫിലോസഫിയെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ദൈവം അല്ലെങ്കിൽ വിശ്വാസം, ഇതിനെ പറ്റിയുള്ള ഫിലോസഫി എന്താണോ അറിയില്ല. ഐ ഫീൽ ലൈക്ക് എനിക്ക് ഏതോ ഒരു ലെവലിലൊക്കെ ഐ ആം എ ബിലീവർ. അപ്പോൾ എക്സാക്ട്ലി എന്തിനാണ് ബിലീവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതെനിക്ക് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാനൊന്നും പറ്റില്ല. കുറച്ച് അൺനോൺ ആണ് അത്, ആ ടെറിട്ടറി. അപ്പോൾ ഞാനിപ്പോഴും എനിക്ക് എൻ്റേതായിട്ടുള്ള റിച്വൽസ് ഉണ്ട്. അപ്പോൾ ദർ ഇസ് എ പ്ലേസ് ഓഫ് വർഷിപ്പ് ഓർ എ പ്ലേസ് വെർ ഐ ഗോ ടു പ്രേ. എൻ്റെ വലിയ ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ പോകും. അപ്പം എൻ്റെ ഒരു പുതിയ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പോ, അല്ലെങ്കിൽ സിനിമ റിലീസാവുന്ന ദിവസമോ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ, നാടകത്തിൻ്റെ ഒരു ഷോ ഉള്ള ദിവസം, അങ്ങനെയൊക്കെ ഐ ഗോ ടു ദിസ് പ്ലേസ് വെർ ഐ ഗോ. എൻ്റെ പ്രെയർ ഇസ് എ സോർട്ട് ഓഫ് ലൈക്ക് ഡയലോഗ്. അപ്പോൾ കേൾക്കുന്നത് ആരാണെന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് കറക്റ്റായിട്ടൊരു ധാരണയില്ല. ഒരു രൂപമോ ഒരു പേരോ ഒന്നും എനിക്കില്ല. somebody or something that I'm engaging with, അത്രേ ഉള്ളൂ. പക്ഷെ അതിൽ നിന്ന് എനിക്ക് കുറച്ച് സമാധാനമൊക്കെ കിട്ടാറുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ സമാധാനക്കേട് എന്തായാലും ഉണ്ട്. ബാക്കി പിന്നെ ലൈക്ക് എനിക്ക് ഒരുപാട് ഭയങ്കര പേഴ്സണലാണിത്. എനിക്ക് വേറെ ആൾക്കാരെല്ലാവരുടെയും കൂടെ പോയിട്ടൊന്നും ഇത് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ക്രൗഡിനിടയിൽ നിന്നുകൊണ്ടൊന്നും ഒരിക്കലും പറ്റില്ല. അത് ലൈക്ക് എൻ്റെ മാത്രമായിട്ടുള്ള പരിപാടിയാണ്. ഭയങ്കര സീക്രട്ടീവ് ആണ്. കരിയറിൽ ഒരു ബ്രേക്ക് ത്രൂ ആയ ക്യാരക്ടറാണ് നമ്മുടെ മൂത്തോനിലെ ആമീർ എന്ന കഥാപാത്രം. നമ്മൾ രാജീവ് രവി സാറിനെ കുറിച്ച് സംസാരിച്ചു. ആൻഡ് വെൻ കംസ് ടു ദി ഡയറക്ടർ, ഇറ്റ് ഈസ് ഗീതു മോഹൻദാസിൻ്റെ പുതിയ അപ്കമിങ് ചിത്രം ടോക്സിക് ഒക്കെ ഇപ്പോൾ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നൊരു ചിത്രം കൂടിയാണ്, ചർച്ച ചെയ്ത ചിത്രം കൂടിയാണ്. ട്രെയിലറൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും. ആൻഡ് എന്താണ് ഗീതു മോഹൻദാസ് എന്ന ഡയറക്ടറിനെ കുറിച്ച് പറയാനുള്ളത്? അവരോട് വർക്ക് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെ? ഗീതുവിനോട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്നിൽ തന്നെ കുറച്ചും കൂടെ വിശ്വാസമൊക്കെ തോന്നിയത്. അപ്പോൾ അതുവരെ നമുക്കറിയാം എപ്പോഴും നമ്മുടെ ലിമിറ്റ്സ്, അല്ലെങ്കിൽ നമുക്കൊരു ധാരണ ഉണ്ടാവും ഇത്രയൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവിടം വരെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ കോൺസ്റ്റന്റ് എഫേർട്ട്. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ എക്സ്ട്രീം എൻ്റെ മനസ്സിൽ ബ്രേക്ക് ചെയ്ത് തന്ന ആളാണ് ഗീതു. ഞാൻ ഗീതുവിനോട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല. ഒരു പരിധി വരെ
അങ്ങനെ ലിമിറ്റ്സ് ഒന്നും ഉണ്ടെന്നേ ആലോചിക്കേണ്ട. ദർ ഇസ് എ ലോട്ട് മോർ ടു ബി ഡൺ, ദർ ഇസ് എ ലോട്ട് മോർ യു ആർ കേപ്പബിൾ ഓഫ് എന്ന് തോന്നി. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഗീതുവിനോട് വർക്ക് ചെയ്യുന്ന എല്ലാ ആക്ടേഴ്സിനും അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. എനിക്കത് കണ്ടും കേട്ടുമുള്ള അറിവാണ്. പക്ഷേ ഷീ ഈസ് എ വെരി ഗുഡ് ആക്ടേഴ്സ് ഡയറക്ടർ. നമ്മുടെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നതിനപ്പുറം അൺലോക്ക് ചെയ്യാൻ ഗീതുവിന് പറ്റും. പിന്നെ ഷീ ഈസ് എ വെരി ഗുഡ് റൈറ്റർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗീതുവിൻ്റെ റൈറ്റിംഗ്. ആൻഡ് ഷീ ഈസ് എ വെരി സ്മാർട്ട് ഡയറക്ടർ. അപ്പോൾ ഒരിക്കലും ഗീതുവിനെ തന്നെ റിപ്പീറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ മൂത്തോന് മുമ്പ് ഗീതു ചെയ്ത ലയർ സ്പേസ് എന്ന് പറയുന്ന സിനിമയെ പോലെ ആയിരുന്നില്ല മൂത്തോൻ. ആൻഡ് മൂത്തോനെ പോലെ ആയിരിക്കില്ല ടോക്സിക്. അഭിനയിക്കുന്ന നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന റോഷൻ ഭാവിയിൽ സിനിമ ഡയറക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടോ? എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് നോക്കും. എനിക്ക് എസെൻഷ്യലി സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇഷ്ടം. അപ്പം നമ്മൾ അഭിനയിക്കുമ്പോഴും നാടകം ഡയറക്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു രീതിയിൽ നമ്മൾ അതാണല്ലോ ചെയ്യുന്നത്, ഒരു കഥ പറയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ എല്ലാ ഫോംസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് മൈ ലൈക്ക് മോസ്റ്റ് കംഫർട്ടബിൾ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്, കഥ പറയുക എന്നുള്ളത്. അതിൽ നിന്നാണ് ഈ പറയുന്ന ആർട്ട് ഫോംസ് എല്ലാം തുടങ്ങിയിട്ടുള്ളത്. ഇനിഷ്യലി ലൈക്ക് പണ്ട് ഹണ്ടർ ഗ്യാതറേഴ്സ് ആയിരുന്ന സമയം മുതൽ നമ്മൾ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ആർട്ട് ഫോംസ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഏറ്റവും പോപ്പുലർ സ്റ്റോറി ടെല്ലിംഗ് ആർട്ട് ഫോം ആയിട്ടുള്ള സിനിമ എപ്പോഴെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കറൻ്റ്ലി ഐ എം അറ്റ് എ പ്ലേസ് വരെ ഞാനൊരു ആക്ടറായിട്ട് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് സിനിമയെ പറ്റിയിട്ട് അറിയേണ്ട കുറേ കാര്യങ്ങൾ എനിക്കിപ്പോഴും അറിയില്ല. ടെക്നിക്കൽ സൈഡ് ടെക്നിക്കൽ സൈഡിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കാണേണ്ടത്ര സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു കേർവ്, ആ ഒരു ലേണിംഗ് കേർവ് ഇനി ഇങ്ങനെ കുറേ ദൂരം കിടക്കുകയാണ് അതിൽ. അപ്പോൾ ഇവൻച്വലി വെൻ ഐ ഫീൽ ലൈക്ക് ഇത് ഇപ്പോൾ ചെയ്തു നോക്കാൻ സമയമായി എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ചെയ്തു നോക്കും. പിന്നെ അത് ചെയ്തു നോക്കി കഴിയുമ്പോഴത്തേക്കും അത് കാണുന്ന ആൾക്കാർ നമ്മളോട് പറഞ്ഞോളൂ അതിനപ്പുറം ഇനി ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ചെയ്തു നോക്കും എപ്പോഴെങ്കിലും കുറച്ചോ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിനായകൻ ചേട്ടനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ആസ് എ കോ ആക്ടർ അദ്ദേഹത്തെ റോഷനെയും എക്സൈറ്റ് ചെയ്തു, എക്സ്പയർ ചെയ്തു എന്നൊക്കെ സംസാരിച്ചു. അതുപോലെ എടുത്തു പറയുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തതിൽ എടുത്തു പറയാൻ എനിക്കൊരു ഓർമ്മ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവം ഏതെങ്കിലും ഒരു ആക്ടറുമായിട്ട്, അല്ലെങ്കിൽ അത്രയധികം ഇഷ്ടപ്പെട്ടൊരു ആക്ടർ? ഒത്തിരി പേരുമായിട്ട് എനിക്ക് ഐ ഫെൽറ്റ് ലൈക്ക് ഐ ബീൻ ഭയങ്കര ബ്ലെസ്ഡ് ഇൻ ടേംസ് ഓഫ് എനിക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഭയങ്കര ടാലൻറ്റഡ്, ഭയങ്കര ഇൻസ്പയറിങ് ആൾക്കാരുടെ കൂടെയാണ് ഒരുപാട് പേര്. ഒരാളെ പറ്റിയിട്ട് എടുത്തു പറയാൻ റീസെന്റ് ടൈംസ് ഈ അടുത്ത് വർക്ക് ചെയ്തതിൽ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് മലയാളത്തിൽ ഷൂട്ട് ചെയ്തത് ചത്താപ്പച്ച എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന ആക്ടറാണ് മമ്മൂക്ക. ആബ്സല്യൂട്ട് ലെജൻഡാണ്. മമ്മൂക്കനെ പറ്റിയിട്ടുള്ള കഥകൾക്ക് ഒരു കുറവുമില്ല. പക്ഷേ എനിക്ക് അന്നത്തെ ഞാൻ അതിന് മുമ്പ് 10 വർഷം മുമ്പ് ഞാൻ മമ്മൂക്കയുടെ കൂടെ പുതിയ നിയമം എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൂവി. അപ്പോൾ പുതിയ നിയമത്തിൽ മമ്മൂക്ക അഭിനയിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം ഐ ഫെൽറ്റ് ലൈക്ക് എനിക്ക് കുറേ ക്ലാരിറ്റി കിട്ടി. ഏകദേശം ഇതുപോലൊരു പരിപാടിയിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഞാൻ അത് അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഒരു ഷോട്ടിൽ എൻ്റെ സജഷനിൽ നമുക്കൊരു ഷോട്ട് വെച്ച് ആ ഷോട്ടിൽ ആദ്യമായിട്ട് നമുക്ക് പെർഫോം ചെയ്യുന്ന അത്ര അടുത്തൊന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഐ ഹാവ് എ ടാർഗറ്റ് ടു വർക്ക് ടുവേർഡ്സ്. അപ്പം ഞാനിത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഫംഗ്ഷനിൽ ഞാൻ സ്റ്റേജിൽ വെച്ചത് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് നമുക്കായിട്ട് വർക്ക് ചെയ്തപ്പോൾ വീണ്ടും ഐ ഫെൽറ്റ് ലൈക്ക് എനിക്ക് വേറൊരു ടാർഗറ്റ് കിട്ടി മുമ്പോട്ട് വർക്ക് ചെയ്യാൻ. കാരണം ചത്താപ്പച്ചയിലും നമുക്കൊരു ചെറിയൊരു ഗസ്റ്റ് അപ്പിയറൻസ് പരിപാടി, ഒരു ക്യാമിയോ ആണ് ശരിക്കും മമ്മൂക്കേൻ്റെ. അപ്പോൾ നമുക്ക് ആസ് ദ സ്റ്റാർ ദാറ്റ് ഹി ഈസ് വന്ന് നിന്നാൽ മാത്രം മതി. എങ്കിലും ഹി മെയ്ഡ് ഷുവർ ദാറ്റ് ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് വന്ന് അന്ന് അവിടെ പെർഫോം ചെയ്തത്. അല്ലാതെ ചുമ്മാ വന്ന് നിന്ന് ഡയലോഗുകൾ നോക്കി ആ സീനിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പോയത് മാത്രമല്ല, ഹി ഹാഡ് എ ക്യാരക്ടർ ദാറ്റ് ഹി ബ്രോട്ട്. അപ്പോൾ അത് എനിക്ക് പ്രൈമറിലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അദ്വൈത് നായർന്ന് പറഞ്ഞ ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. അവിടെ ഒരുപാട് ഫസ്റ്റ് ടൈമേഴ്സ് ആയിരുന്നു ബേസിക്കലി. ഇതിൽ പടത്തിൽ ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാവരും ഫസ്റ്റ് ടൈമേഴ്സാണ്. അപ്പോൾ അദ്വൈത് ഞങ്ങളെല്ലാവരും ഡയറക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് മമ്മൂക്കനെ ഡയറക്റ്റ് ചെയ്തത്. ആൻഡ് മമ്മൂക്ക ഭയങ്കര പേഷ്യൻസോടെയും ഭയങ്കര ഹ്യൂമിലിറ്റിയോടെയുമാണ് അദ്വൈതിൻ്റെ ഡയറക്ഷൻ എടുത്തത്. ദാറ്റ് ഓൾസോ വാസ് വെരി ഇൻസ്പയറിംഗ് ടു മീ. ലൈക്ക് എത്ര വലിയ ആക്ടറായാലും ലൈക്ക് ഇവൻച്വലി ഒരു ഡയറക്ടറുടെ വിഷൻ, റൈറ്ററുടെ എഴുത്ത്, ഇതൊക്കെ കൺവേ ചെയ്യാനുള്ളൊരു ടൂളാണ് ആക്ച്വലി ഒരു ആക്ടർ സെറ്റിൽ എന്നുള്ളത് വീണ്ടും അടിവരയിട്ട് തെളിയിച്ച് കാണിച്ചു. അത് പെർട്ടിക്കുലർലി ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു മൊമെൻറ്റ്. ലെജൻഡ് ഹിംസെൽഫ് ഒരു പ്രോജക്റ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ടേക്കപ്പ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ഫാക്ടർ എന്തായിരിക്കും?
ഇത് പലതിലും പലതാ പലതിലും പലതാ. ആക്ച്വലി. അപ്പം ഞാൻ പല പ്രോജക്ട്സ് ചെയ്യുന്നതും അങ്ങനെ പല ഡിഫറെൻറ്റ് റീസൺസിനാണ്. ചില സമയത്ത് ഇപ്പം നമ്മൾ ഈ നേരത്തെ ഉല്ലജിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ചില സമയത്ത് ഇറ്റ് മൈറ്റ് ജസ്റ്റ് ബി എ ക്യാരക്ടർ. ഇതുപോലൊരു പരിപാടി നേരത്തെ പിടിച്ചിട്ടില്ല. ചിലപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ദ പീപ്പിൾ. ഇപ്പോൾ ഉള്ളൊഴുക്ക് ക്രിസ്റ്റോ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിന് പോകുന്നത്. അപ്പോൾ ഈ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ ചിലപ്പോൾ അതുപോലെ ഇപ്പോൾ മൂത്തോനിലേക്ക് ഗീത്ത് വിളിക്കുമ്പം രാജീവ് രവിയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഗീത്ത് ഡയറക്റ്റ് ചെയ്യുന്നത്, നിവിൻ പോളിയാണ് അതിനകത്ത് ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിനപ്പുറം എൻ്റെ കഥ പോലും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് അത്രയും മതി ആ സിനിമ ചെയ്യാൻ. അപ്പോൾ പലപ്പോഴും ക്രൈറ്റീരിയ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ പൊതുവേ പക്ഷേ ഏറ്റവും ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഈ അടുത്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഒരു പരിപാടിയാണെങ്കിൽ ഐ ബി എക്സൈറ്റഡ്. ക്യാരക്ടർ ആവാം, കഥയാവാം, അല്ലെങ്കിൽ ഈ അടുത്ത കൊല്ലം ഞാൻ കണ്ട് ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആരുടെയെങ്കിലും കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഡയറക്ടർ ആവാം, കോ ആക്ടർ ആവാം, ഐ ബി റിയലി എക്സൈറ്റഡ്. നമുക്കിനി ഹോളിവുഡിലേക്ക് പോവാം. ഹോളിവുഡിലേക്കോ? ലെറ്റ്സ് ഗോ ടു ഹോളിവുഡ്. ആരാണ് ഫേവറേറ്റ് ആക്ടർ ഇൻ ഹോളിവുഡ്? ആൽ പച്ചീനോ ആണ് എനിക്ക് തോന്നുന്നു ഒരു ഓൾ ടൈം ഫേവറേറ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. ഇവിടെ നസറുദ്ദീൻ ഷാ, അവിടെ ആൽ പച്ചീനോ, ഇത് രണ്ടുപേരുമാണ് ലൈക്ക് എപ്പോഴും കോൺസ്റ്റൻ്റ്ലി ഞാൻ ലൈക്ക് ഇവർ രണ്ടുപേരുടെയും ഫാനായിരുന്നു. ഐ തിങ്ക് അമംഗ് ദ മെയിൽ ആക്ടേഴ്സ്. പിന്നെ മെറിൽ സ്ട്രീപ്പ്. ഒരു ഓൾഡർ ജനറേഷൻ ആണല്ലോ അല്ലേ? ഞാനിപ്പോൾ അതാ പറയാൻ പോകുന്നത്. ലോട്ട്സ് ഓഫ് യങ് ആക്ടേഴ്സ് ഓൾസോ ഹു ഐ എം വെരി വെരി ഇൻസ്പയർഡ് ബൈ. So one day അല്ലേ? Did it happen very soon? Oh yeah, like working with Meryl Streep. Yeah. I don't know. പൊളിയായിരിക്കും സംഭവിച്ച. ഒരു നടനാകണം എന്ന് തീരുമാനിച്ചത് എപ്പോഴാണ്? 2010. ഓക്കെ. ഞാൻ കോളേജിലായിരുന്ന സമയം ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ നാടകമൊക്കെ ചെയ്ത് രണ്ടാമത്തെ നാടകത്തിൻ്റെ റിഹേഴ്സൽസിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഐ ഫെൽറ്റ് ലൈക്ക് കോളേജൊക്കെ എങ്ങനെയെങ്കിലും തീർത്ത് റിഹേഴ്സലിന് പോകണം എന്നുള്ളതാണ് ഫുൾ ഡേ രാവിലെ എണീക്കും പോലെ ചിന്തിക്കുന്നത്. ആൻഡ് റിഹേഴ്സലിന് പോയിക്കൊണ്ടിരിക്കുമ്പം ഇന്ന് എൻ്റെ സീൻ റിഹേഴ്സ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ചെയ്യണം എന്നുള്ള തോട്ട് മാത്രമാണ്. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ആ പോയിന്റിൽ എന്നെ അത്രയും ഡ്രൈവ് ചെയ്തിരുന്ന വേറെ ഒരു തോട്ടും ഇല്ല. ഏകദേശം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പഠിത്തത്തിനോടുള്ള താല്പര്യമൊക്കെ കുറച്ച് കുറഞ്ഞു. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുന്നു, അല്ലാത്ത സമയം പഠിത്തത്തിനെ പറ്റി ആലോചിക്കുന്നതില്ല. കോളേജിൽ ഞാൻ ചേർന്ന് ഫിസിക്സ് പഠിക്കാനാണ്. ഫിസിക്സിനെ പറ്റിയിട്ട് അങ്ങനെ ആലോചിക്കുന്നു. ഫിസിക്സ് ആയിരുന്നു. അപ്പം ലൈക്ക് ഐ ഫെൽ ലൈക്ക് ദി ഓൺലി തിങ് ഐ വാസ് കോൺസ്റ്റന്റ്ലി തിങ്കിങ് അബൌട്ട് വാസ് ദിസ്. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഇതൊരു ജോലിയായിട്ട് ലൈഫ് ലോങ് ചെയ്യുവാണെങ്കിൽ ബോറടിക്കില്ല, അത്രേ ഉള്ളൂ. ആ സമയത്ത് ചെറിയ ബുദ്ധിയിൽ പെട്ടെന്ന് ചാടിക്കയറി എടുത്തൊരു തീരുമാനം. അത് താല്പര്യമായിട്ട് പഠിച്ചല്ലേ? ബട്ട് കൂടുതലും മേ ബി ആർട്സ് ആയിരിക്കും അല്ലേ താല്പര്യം? ആർട്സ് ആയിരുന്നെങ്കിൽ ഐ മീൻ എനിക്ക് ആ സമയത്ത് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. മേ ബി ആർട്സ് ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് എൻജോയ്ഡ് ഇറ്റ് മോർ. ഐ ഡോണ്ട് നോ, മേ ബി ഒരു പിടിയില്ല ആര്. ആക്ച്വലി കോളേജിൽ പഠിച്ച സബ്ജക്റ്റ് എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ വളരെ കുറവേ ഉള്ളൂ. സോ ഐ ഡോണ്ട് നോ ഹു എൻജോയ്സ് ലൈക്ക് കോളേജ് ലൈഫാണ് എല്ലാവരും എൻജോയ് ചെയ്യുന്നത്. യു ഗെറ്റ് എ സെൻസ് ഓഫ് സെൽഫ്, നമ്മൾ ആരാണെന്നുള്ള ഒരു ധാരണയിൽ കിട്ടും. യു ഗെറ്റ് എ ഗ്രേറ്റ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഹോപ്പ്ഫുള്ളി. അതൊക്കെയാണ് എല്ലാവരും എൻജോയ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ ഞാൻ കോളേജിൽ പഠിച്ച ഈ സാധനം എന്ന് പറഞ്ഞിട്ട് ആരെ കഥകൾ പറയാറുള്ളത്. ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും. Very tasty. So are you done with your main course? I am, thank you. Can I clarify? Yes, please. അഭിനയം, സിനിമ, നാടകം, ഇതല്ലാണ്ട് റോഷനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ആവേശഭരിതനാക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ കുറവേ ഉള്ളൂ. സോറി, സ്പോർട്സ് ലൈക്ക് ഭയങ്കര ടൈംലിയാ. ലൈക്ക് ഒരു മേജർ ടൂർണമെൻ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഫോളോ ചെയ്യും. F1 റേസസ് ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റൊക്കെ എല്ലാവരും കാണുന്ന പോലെ ഞാനും കാണാറുണ്ട്. പക്ഷേ അത്ര ഭീകരമായിട്ട് പാഷനറ്റ്ലി ഫോളോ ചെയ്യാറൊന്നുമില്ല. ഇപ്പോൾ പിന്നെ സഞ്ജു സാംസണൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് അധികം താല്പര്യമുണ്ട് എല്ലാവരെയും പോലെ. പക്ഷേ അല്ലാതെ ലൈക്ക് ഐ റിയലി ലൈക്ക് ഡ്രൈവിങ്, അത്രയൊക്കെ ഉള്ളൂ. വേറെ അങ്ങനെ വലിയ പാഷൻസ് ഒന്നുമില്ല. പിന്നെ ഞാൻ എനിക്കായിട്ട് മാത്രം ചെയ്യുന്ന പോലെ ലൈക്ക് ഞാൻ എനിക്കായിട്ട് മാത്രം കുറച്ചൊക്കെ എഴുതും, അത് വേറെ ആരും വായിക്കില്ല. അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ അത്രേ ഉള്ളൂ. വായിക്കാൻ കൊടുക്കില്ലാന്നോ? ഇല്ല, അതിന് മാത്രം ഒന്നുമില്ല. അത് ലൈക്ക് എല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്യണമെന്നില്ലല്ലോ. അങ്ങനെ സമാഹാരങ്ങൾ പബ്ലിഷ് ചെയ്യാലോ, ചെറിയ ചെറിയ സ്റ്റോറീസ് എഴുതിയിട്ട് അത് സമാഹരിച്ചിട്ട് അത്രയും വാല്യൂ അതിനില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ സത്യം. ലൈക്ക് മേ ബി ലൈക്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആരെങ്കിലും കുറച്ച് പേരൊക്കെ വായിക്കാൻ കൊടുക്കുമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയത്തിനെ പറ്റി സംസാരം വരുമ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം എഴുതിയായിരുന്നു,
അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ലൈക്ക് അതിനപ്പുറത്തേക്കൊരു വാല്യൂ ഒന്നും അതിലില്ല. അതിൽ നിന്നൊക്കെ ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ എന്ന് ഒരു സിനിമ ഒരു നാടകം ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടാവും. ദാറ്റ് ഈസ് മൈ വേ ഓഫ് ലൈക്ക് പുട്ടിങ് ഇറ്റ് ഔട്ട് ദെയർ. അല്ലാതെ എഴുത്തായിട്ട് തന്നെ കൊടുക്കാൻ ഞാൻ റൈറ്ററൊന്നുമല്ല. മലയാള സിനിമയിൽ ഇഷ്ടപ്പെടുന്ന തിരക്കഥാകൃത്തുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ശ്യാം, ഷാഹി കബീർ, രഘുനാഥ് പാലേരി. അതുപോലെ ഇപ്പോൾ അഭിനയ രംഗത്തേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി യുവപ്രതിഭകൾ ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് നൽകുന്ന ഒരു സംതിങ് ലൈക്ക് ടിപ്പ് അല്ലെങ്കിൽ ഉപദേശം എന്തായിരിക്കും? അവരോട് എന്താ പറയാനുള്ളത്? കീപ്പ് വർക്കിംഗ് എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു വാല്യൂ ഉള്ള ഒരു ടിപ്പ് അതേ ഉള്ളൂ. കാരണം ബാക്കി ഇപ്പോൾ ഓരോരുത്തരുടെയും വഴി ഓരോന്നായിരിക്കും, ഓരോരുത്തർ എടുത്തിട്ടുള്ള റൂട്ട്, ഓരോരുത്തരുടെ ജേർണി വേറെയാണ്. അപ്പം ഞാൻ അല്ലെങ്കിൽ എൻ്റെ കണ്ടംപററി ആയിട്ടുള്ള വേറൊരു ആക്ടർ ഇതിലേക്ക് വന്ന അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത അതേ ജേർണി വേറൊരാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടില്ല. അത് ആക്ച്വലി പോയിന്റില്ല. വേറൊരാളുടെ പാത്ത് റീട്രേസ് ചെയ്യാൻ നോക്കിയിട്ടൊരു കാര്യമില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് വേറൊരു ആക്ടറുടെ പാത്ത് റീട്രേസ് ചെയ്ത് അങ്ങനെ തന്നെ പോവാം, അങ്ങനെ തന്നെ ഒരു ഫിൽമോഗ്രഫി ഉണ്ടാക്കിയെടുക്കുക. അത് നടക്കില്ല. അത് അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ജേർണി കണ്ടുപിടിക്കണം. ദി ഓൺലി തിങ് ദാറ്റ് വിൽ ഹെൽപ്പ് അസ് ഈസ് കൊളാബറേറ്റീവ് വർക്ക്. യാ, അത് കാരണം ആക്ടിങ് എന്ന് പറയുന്ന സാധനം തന്നെ നമുക്ക് ലൈക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്നുള്ള ധാരണ വളരെ എളുപ്പത്തിൽ വരാവുന്ന ഒരു പ്രൊഫഷനാണല്ലോ. പക്ഷേ ആക്ച്വലി അതങ്ങനെയല്ല. എസ്പെഷ്യലി ലൈക്ക് ആക്ടിങ് ഇൻ ഫിലിം, യു ആർ നെവർ ഡൂയിങ് ഇറ്റ് അലോൺ. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിൽ യു ഹാവ് ടു കീപ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനുള്ള വഴി. അല്ലാതെ നമ്മൾ നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലോ ഇതിനെ പറ്റിയിട്ട് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നാലോ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരുന്നാലോ ഒന്നും അത് ബെറ്റർ ആവില്ല. യു ഹാവ് ടു കീപ് ഡൂയിങ് ഇറ്റ്. സോ കീപ് വർക്കിംഗ് ആൻഡ് പ്രിഫറബിളി കീപ് ഡൂയിങ് കൊളാബറേറ്റീവ് വർക്ക് ഇൻ ഗ്രൂപ്പ്സ്. അത് മാത്രമേ എനിക്കെപ്പോഴും ഒരു വാല്യുബിൾ ടിപ്പ് എന്നുള്ളത് തോന്നിയിട്ടുള്ളത്. ലൈക്ക് ടു മൈസെൽഫ് 10 years or 20 years ago, I would say that keep working in groups. ടാലൻറ്റ്, ലക്ക്, ഹാർഡ് വർക്ക്, സക്സസ്സിൽ എത്രത്തോളം റേഷ്യോയിലാണ് ഇതിങ്ങനെ കിടക്കുന്നത്? ടാലൻറ്റ്, ലക്ക് ആൻഡ് ഹാർഡ് വർക്ക്. ഐ ഫീൽ ലൈക്ക് ഹാർഡ് വർക്ക് മാത്രമാണ് ഇതിനകത്ത് നമ്മുടെ കൺട്രോളിലുള്ളത്. കുറെ ഹാർഡ് വർക്ക് ചെയ്താൽ മേ ബി ലൈക്ക് ടാലൻറ്റ് ഇൻക്രീസസ്. ലക്ക് എന്ന് പറയുന്ന സാധനം നമ്മുടെ കൺട്രോളിലേ ഇല്ല. അതിന് നമ്മൾ റേഷ്യോയിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഒരു കാര്യമില്ല. സോ ഡു ലൈക്ക് യു നോ ഹൗ മച്ച് എവർ ലൈക്ക് ഹാർഡ് വർക്ക് യു ഡു, ബാക്കി ടാലൻറ്റ് കവർ ചെയ്തോളും. അല്ലെങ്കിൽ ഹൗ മച്ച് എവർ ടാലൻറ്റ് യു ആർ, അതിൻ്റെ ബാക്കി മൊത്തം ഹാർഡ് വർക്ക് വെച്ച് കവർ ചെയ്യുക. ലൈക്ക് വർക്ക് വിത്ത് ദോസ് ടു. ഡോണ്ട് അക്കൗണ്ട് ഫോർ ലക്ക്. അത് ആരുടെയും കൺട്രോളിലല്ല. And like accounting for luck is a great way to set yourself up for disappointment. Okay. An actor with a vision, an actor with immense talent, a hard-working actor, and ഏകദേശം 33 ചിത്രങ്ങളുടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാം തന്നെ അതിഗംഭീരമായ പെർഫോമൻസുകൾ, വ്യത്യസ്തമായ ക്യാരക്ടറുകൾ. മലയാളത്തിൽ അഭിമാനിക്കാം. ബോളിവുഡിലും ചെന്ന് വീണ്ടും ഹോളിവുഡ് വന്നിരിക്കുന്നു. അതെ, ബോളിവുഡിൽ മിന്നി തിളങ്ങുന്ന ഒരു താരമാണ്. അതോടൊപ്പം ഹോളിവുഡിൽ എത്തട്ടെ. നമ്മൾ മലയാളികൾക്ക് അതൊന്നും വളരെ അഭിമാനകരമായ ഒരു സംഗതി തന്നെയായിരിക്കും. എന്നാലും താങ്ക് യു സോ മച്ച്. ഇത്രയധികം സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. ആക്ച്വലി ചെറിയൊരു വയ്യായ്മയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് വേണ്ടിയിട്ട് 2 എപ്പിസോഡിൽ നമ്മോടൊപ്പം സഹകരിച്ചു. അപ്പോൾ വളരെയധികം സന്തോഷം. Thank you very much for having me and for the conversation and the drive and the food and everything. ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനമുണ്ട്. ഓക്കെ, അടിപൊളി. പക്ഷേ മധുരം ഇഷ്ടമാണോ? ഇഷ്ടമാണ്, പക്ഷെ എന്നെക്കാളും ഇഷ്ടമുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ബി വെരി ഹാപ്പി. അവർക്ക് കൊടുക്കാം. ഇത് ഗുഡ് ആർട്ടിസ്റ്റിന് ഡാർക്ക് ചോക്ലേറ്റ് നൽകുന്ന ഗിഫ്റ്റ് ആണ്. സൗണ്ട്സ് ഗുഡ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അടിപൊളി. ഓക്കെ, അങ്ങനെ നമ്മുടെ ലെക്സസ് എഡിഷൻ സ്റ്റാർ ഡ്രൈവ് ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. വൺസ് അഗൈൻ a big thanks to Roshan Matthews and all the best for all the upcoming projects. Okay, thank you so much. Thank you very much. Thank you to all of you for watching this and to the crew. Of course, മറ്റൊരു അതിഥിയുമായിട്ട് നമുക്ക് ഇവർക്കും വീണ്ടും കാണാം. Until then, bye from both of us. This is Lexus Edition Star Drive. Our vision partner is Melora Vision. Our hospitality partner is Roast Town Global Grill. Our costume partner is Iha Designs. Our gift partner is Good Artisanal Dark Chocolate. So, stay stylish and stay driven. ഒരു യൂറോപ്പ് ട്രിപ്പ്. Flights, hotels, activities, all in budget. വാവ്, സൂപ്പർ ഹിറ്റ്
Book super hit holidays with Pick Your Trail.